പുതൂർ വ്ലോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നുണ്ടാക്കാൻ പോകുന്നത് ഒരു ആവോലി മീൻ കറിയാണ്. ആവോലി കാന്താരി മീൻ കറി, വെള്ള കാന്താരി ഇട്ട ആവോലി മീൻ കറിയാണ്. അതിന് വേണ്ട ചേരുവകൾ പറയാം. 1 കപ്പ് തേങ്ങ, ഇഞ്ചി ഇങ്ങനെ നീളത്തിലരിഞ്ഞ ഇഞ്ചി, വെളുത്തുള്ളി, 2 തക്കാളി അരിഞ്ഞത്, കുറച്ച് കാന്താരി, വെള്ള കാന്താരി, കുടംപുളി, ഉലുവ, പിന്നെ പൊടികൾ, മല്ലിപ്പൊടി, മഞ്ഞൾപ്പൊടി, മുളക് പൊടി, ഇങ്ങനത്തെ കുറച്ച് സാധനങ്ങളാണ് വേണ്ടത്. പിന്നെ ഉപ്പ്. ഞാനൊരു ചീനച്ചട്ടി അടുപ്പിൽ വെച്ചിട്ടുണ്ട്. കുറച്ച് എണ്ണ ഒഴിക്കാം. 2 ടീസ്പൂൺ എണ്ണ ഒഴിക്കുന്നുണ്ട്. നമ്മൾ അരിഞ്ഞ് വെച്ചിരിക്കുന്ന ഇഞ്ചി, സ്റ്റൗ കുറച്ച് വയ്ക്കാം. വെളുത്തുള്ളി, പച്ചപ്പ് മാറി വരണം. ഇതിലേക്ക് 2 സ്പൂൺ മുളക് പൊടി. സ്റ്റൗ നല്ലതുപോലെ കുറഞ്ഞിരിക്കണം. 1 സ്പൂൺ മല്ലിപ്പൊടി, ഇട്ടൊന്ന് ഇളക്കാം. സ്റ്റൗ കുറയ്ക്കാം. സ്റ്റൗ ഓഫ് ചെയ്യാം. ഇതിലേക്ക് നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന തേങ്ങ, ഇപ്പോൾ സ്റ്റൗ കത്തിച്ചിട്ടില്ല. സ്റ്റൗ കത്തിക്കേണ്ട ആവശ്യമില്ല. ഇതിലുള്ള ആ ചൂടിൽ ഇതൊന്ന് ഈ തേങ്ങ ഈ മുളക് പൊടിയും മല്ലിപ്പൊടിയുമായിട്ട് ഒന്ന് മിക്സ് ആവണം. ഇത് മാറ്റാം. ഞാൻ ഇതിലൊരൽപ്പം മഞ്ഞൾപ്പൊടി കൂടി ചേർത്തിട്ടുണ്ട്. അരച്ച് കൊണ്ടുവന്നിട്ടുണ്ട്. സ്റ്റവ് കത്തിച്ചിട്ടുണ്ട്. 1 സ്പൂൺ എണ്ണ ഒഴിക്കാം. എണ്ണ ചൂടായിട്ടുണ്ട്. കുറച്ച് കടുക് ഇട്ട് കൊടുക്കാം. ഉലുവ ഇട്ട് കൊടുക്കാം. ഉലുവ ഇടുകയാണേ. കഴുകി വൃത്തിയാക്കിയ കാന്താരി, ഒരു 10 ഉള്ളി, ചെറിയ ഉള്ളി, രണ്ട് തക്കാളി അരിഞ്ഞത്, കറിവേപ്പില ഇട്ട് കൊടുക്കാം. ചെറിയ ഉള്ളിയും തക്കാളിയും ഒന്ന് വഴണ്ട് വരണം. അരപ്പൊഴിക്കാം. ഉപ്പിടാം. ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുക്കാം. കുടംപുളി കഴുകി ചെറു ചൂടുവെള്ളത്തിൽ ഞാൻ കഴുകിയെടുത്തതാണ്. കുറച്ച് നേരം ഇട്ട് വെച്ചിരുന്നു വെള്ളത്തിൽ. അതിട്ട് കൊടുക്കാം. 2 കഷ്ണം കുടംപുളി ഇട്ട് കൊടുക്കാം. കുറച്ചുകൂടെ വെള്ളം ചേർക്കാം. കുറച്ചുകൂടെ വെള്ളം ചേർക്കാം. നമുക്കിനി സ്റ്റൗ ഒന്ന് കൂട്ടി വയ്ക്കാം. ഇതിന് തിള വരേണ്ടതുണ്ട്. കറി നല്ല തിളച്ച് വരുന്നുണ്ട്. മീൻ കഷ്ണങ്ങൾ എടുത്തിടാം.
ഒരു 20 മിനിറ്റോളം കഴിഞ്ഞിട്ടുണ്ട്. നമുക്കിതൊന്ന് തുറന്ന് നോക്കാം. ചാറെല്ലാം നല്ലതുപോലെ കുറുകി വന്നിട്ടുണ്ട്. ഇതിപ്പോൾ ആവോലി കാന്താരി മീൻ കറി തയ്യാറായിട്ടുണ്ട്. നമുക്കിതൊന്ന് വാങ്ങി വയ്ക്കാം.